ഹായ് ഹലോ അങ്ങനെ ഞങ്ങൾ ഹോട്ടലിൽ പോയി റെസ്റ്റൊക്കെ എടുത്ത് വന്ന് രാവിലെ വെളുപ്പിന് 5 മണിക്ക് ഞങ്ങൾ ക്ഷേത്രത്തിലെത്തിയേ. അപ്പോൾ ഈ കൂട്ടക്കളിയാട്ടമായതുകൊണ്ട് നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് തെയ്യങ്ങളുണ്ട്. അപ്പോൾ അതേ ഇപ്പം മുത്തപ്പൻ്റെ അത് അനുഗ്രഹം വാങ്ങിച്ചിട്ട് മടപ്പുരയിലേക്ക് ഒരു തെയ്യം വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് ഇളയടത്ത് ഭഗവതിയാട്ടോ. അപ്പോൾ ഇത് എല്ലാ ദിവസവും ഒന്നും ഉണ്ടാവാറില്ല. എല്ലാ ദിവസവും മുത്തപ്പൻ്റെ തിരുവപ്പനയും വെള്ളയാട്ടവും മാത്രമാണ് ഉണ്ടാകാറുള്ളൂ. ഇങ്ങനെ ഈ വർഷത്തിലൊരിക്കലാണ് കൂട്ടയാട്ടത്തിനാണ് നമുക്ക് ഈ ഒരു തെയ്യങ്ങളൊക്കെ ഉണ്ടാകാറുള്ളൂ. അപ്പോൾ ഇതിപ്പം ഈ മടപ്പുരയിലേക്ക് വന്നതാണ്. അപ്പം ഞങ്ങൾ വന്നപ്പം ഇതുണ്ടോ, ഇതിങ്ങനെ ഒരുങ്ങുന്നൊക്കെ ഉണ്ടായിരുന്നേ. അപ്പോൾ ഞങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നത്. രാവിലെ അങ്ങനെ വലിയ തിരക്കൊന്നുമില്ലായിരുന്നു, അതുകൊണ്ട് ഞങ്ങൾക്ക് സുഖമായിട്ട് കാണാൻ പറ്റി. അപ്പോൾ ഈ അമ്പലത്തിൻ്റെ വെളിയിലും വേറെ തെയ്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ നമ്മളിത് കണ്ടതിന് ശേഷം പോകാമെന്ന് ഓർത്തേ. ഞാനിപ്പോൾ ഓർക്കാം, മുത്തപ്പൻ്റെ അനുഗ്രഹം ഉള്ളതുകൊണ്ടായിരിക്കും ഞങ്ങൾക്ക് അന്നേ ദിവസം ഞങ്ങൾക്ക് മുത്തപ്പൻ്റെ അടുത്ത് പോകാൻ തോന്നിയത്. കാരണം ഇത്രയും തെയ്യങ്ങളെ കാണുവാനും അവരുടെയൊക്കെ അനുഗ്രഹം വാങ്ങിക്കുവാനൊക്കെ ഞങ്ങൾക്ക് സാധിച്ചേ. ഞങ്ങൾക്ക് 2 ദിവസം അവിടെ സ്റ്റേ ചെയ്യേണ്ട വന്നാൽ പോലും ഞങ്ങൾക്ക് ഇതൊക്കെ കാണാൻ സാധിച്ചതിൽ ഒരുപാട് സന്തോഷമുണ്ട്. അപ്പോൾ നിങ്ങളും കൂടി ഇതൊന്ന് കാണണം എന്നുള്ളൊരിതുകൊണ്ടാണ് ഞാനിത് വീഡിയോ ആയിട്ട് പകർത്തിയത്. അപ്പോൾ ഇതിനെക്കുറിച്ച് തെറ്റുകളുണ്ടെങ്കിൽ എനിക്ക് ക്ഷമിക്കുക, കാരണം എനിക്കിതിനെക്കുറിച്ചൊന്നും അങ്ങനെ അറിയത്തില്ല കേട്ടോ. അറിയാവുന്ന കാര്യങ്ങളൊക്കെ ഞാനിവിടെ പറയുന്നുണ്ട്. പിന്നെ നമ്മൾ അടുത്ത തെയ്യം കാണാൻ വേണ്ടി അമ്പലത്തിൻ്റെ ഇടതുവശത്തായിട്ടുള്ള ആ വഴി കൂടെ പോകുമ്പോൾ നമ്മൾ ഇന്നലെ രാത്രി കണ്ടില്ലായിരുന്നോ, തടികളൊക്കെ കൂട്ടിയിട്ടേക്കണേ. ആ തടികളൊക്കെ ഇങ്ങനെ കൂട്ടി കത്തിക്കുന്നുണ്ട്. അപ്പോൾ ഇനി ഇവിടെ നടക്കുന്നത് പൊട്ടൻ തെയ്യമാട്ടോ. ഈ പൊട്ടൻ തെയ്യമാണ് ഇനിയിപ്പോൾ ഇവിടെ നമ്മൾ കാണാൻ പോകുന്നത്. അപ്പോൾ ഇത് അമ്പലത്തിൻ്റെ വെളിയിലായിട്ടുള്ളൊരു സ്ഥലത്താണ്. അപ്പോൾ അവിടെ ഒരു മടപ്പുര പോലെ ഇങ്ങനെ കെട്ടിയിട്ടൊക്കെ ഉണ്ട്. ഈ തെയ്യത്തിനെക്കുറിച്ച് കാര്യങ്ങളൊന്നും എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല. അപ്പോൾ അതുകൊണ്ട് അത് പറഞ്ഞു തരാൻ അറിയത്തില്ല. അതുകൊണ്ടാണ് ഞാനിപ്പോൾ വാദ്യമേളങ്ങളോട് കൂടി തന്നെ നിങ്ങൾ കേട്ടോട്ടെ അല്ലെങ്കിൽ കണ്ടോട്ടെ എന്ന് ഓർത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അഗ്നികളൊക്കെ ഇങ്ങനെ കത്തുന്നുണ്ട്. കത്തിയതിന് ശേഷം ബാക്കിയൊക്കെ നിങ്ങൾ ഇത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. എനിക്കിത് പറഞ്ഞു തരാൻ അറിയില്ല കേട്ടോ. ആയപ്പോൾ തുടങ്ങിയതായിരുന്നേ. ഇപ്പം നേരം നന്നായിട്ട് വെളുത്തു. ഒരു 6, 6:30 ആവാറായിട്ടുണ്ട്. ഒരു 6 മണിയൊക്കെ കഴിഞ്ഞു. അപ്പോൾ നന്നായിട്ട് വെളിച്ചം വന്നു കേട്ടോ. അപ്പോഴത്തേനും ആ കനലിനുള്ളിലുള്ള വലിയ കട്ടകളൊക്കെ അപ്പുറത്തേക്ക് മാറ്റിയിട്ട് കത്താത്തത്. അതിനുശേഷം പൊട്ടൻ ദൈവം വന്നു, അവിടെയൊക്കെ നമസ്കരിച്ചു. അതിനുശേഷം ആണ് നമ്മുടെ ഇതിപ്പോൾ കനൽ കൂട്ടിയ ആളുകളാണ്. അപ്പോൾ ഇതൊക്കെ എന്താ പറയണമെന്നും എനിക്കൊന്നും അറിയില്ല. അപ്പോൾ കനലിന് ഇത് അവർ വളം പരക്കുന്നുണ്ട്. ഇവരാണ് കനൽ കത്തിക്കുകയൊക്കെ ചെയ്തത്. നമ്മൾ രാത്രി വന്നപ്പോൾ തടിയൊക്കെ കൂട്ടുന്ന നമ്മൾ കണ്ടായിരുന്നേ. അതിനുശേഷം പൊട്ടൻ ദൈവം വന്നു. ശരിക്കും തെയ്യം തന്നെ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. അപ്പം എനിക്കിതിൻ്റെ പേരോ കാര്യങ്ങളോ ഒന്നും അറിയില്ല. അവിടെ നിന്നവരോട് ചോദിച്ച് കുറച്ച് വിവരങ്ങളൊക്കെ കാരണം നമ്മളിങ്ങനെ നിങ്ങൾക്ക് പറഞ്ഞു തരുമ്പോൾ കുറച്ചെങ്കിലും നമുക്ക് പറഞ്ഞു തരണ്ട. അപ്പോൾ അതുകൊണ്ട് കുറച്ച് തെയ്യത്തിൻ്റെ പേരും കാര്യങ്ങളൊക്കെ നമ്മൾ ചോദിച്ച് മനസ്സിലാക്കി ആ വിവരങ്ങളാണ് ഞാൻ പറയുന്നത്. ഇതിൽ തെറ്റോ കാര്യങ്ങളൊക്കെ ഉണ്ടാകും. അത് നിങ്ങൾ അറിയുന്ന ആളുകളാണെങ്കിൽ എനിക്ക് തിരുത്തി തന്നെ.
അപ്പോൾ ഇത് ഈ പൊട്ടൻ ദൈവം പൊട്ടൻ തെയ്യം നമ്മുടെ ഈ കനലിന് ചുറ്റും ഇങ്ങനെ പ്രദക്ഷിണം വെക്കുന്നുണ്ട് കേട്ടോ. പ്രദക്ഷിണം വെച്ച് ആണ്, അതായത് പതുക്കെയാണ് ഇത് ചെയ്യണത്. ഇത് ആദ്യമായിട്ടാണ് കാണുന്നത് കൊണ്ട് എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. അത് തെയ്യം കണ്ടതിൻ്റെ അത്രയും 2 ദിവസം നിന്നെങ്കിൽ പോലും എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു കേട്ടോ. ശരിക്കും ഇന്നേ ദിവസം ഈ ഒരു തെയ്യം മാത്രമല്ല, ഇന്നേ ദിവസം ഒരുപാട് തെയ്യങ്ങൾ, അതായത് മടപ്പുരയ്ക്കുള്ളിൽ മുത്തപ്പൻ്റെ അടുത്തുണ്ട്, അതേസമയം പുറത്തുണ്ട്, അങ്ങനെ എല്ലാ സ്ഥലത്തും ഇങ്ങനെ ഒരുമിച്ച് തെയ്യങ്ങളുണ്ട്. അപ്പോൾ ഈ തെയ്യം നടക്കുന്ന സമയത്ത് തന്നെ മുത്തപ്പൻ്റെ ഉള്ളിൽ തന്നെ തെയ്യങ്ങളുണ്ട്. ഇത് അവിടെ ആ മടപ്പുരയിൽ പൂജിച്ച് തിരികെ ായിരിക്കുന്ന പ്രൗഢിയോടും ശോഭയോടും കൂടെ തന്നെ നിങ്ങൾ ചെയ്തു പോകുന്നതിനെ എനിക്കും മേൽവാറും ഇതേ പ്രകാരം കൊണ്ടു നടക്കുവാനുള്ളതായിരിക്കുന്ന ഭാഗ്യം ഈ ഭഗവാൻ ഉണ്ടാക്കിത്തരണം. അതല്ലേ വേണ്ടത്. അതുകൊണ്ട് മായനാപുത്രത്തെ കണ്ടിട്ടോ അല്ലേ? എല്ലാ കൂട്ടുകാരും വിജയിപ്പിക്കാം അല്ലേ? എന്റേതായിരിക്കുന്ന അടയാളം എടുക്കാറുണ്ടല്ലോ. അല്ലാത്ത നേരം കാരണം കുട്ടികളെ ശീലത്തെ മാത്രം
അങ്ങനെ പൊട്ടൻ ദൈവത്തിൻ്റെ ചടങ്ങുകളൊക്കെ കഴിഞ്ഞെന്ന് തോന്നുന്നു. ഞങ്ങൾ അടുത്തുള്ള ഒരു തറവാട്ടിലേക്ക് ഞങ്ങളിങ്ങനെ പോരുന്നുണ്ട്. ഇനി 2 തെയ്യം ഇനി ഈ തറവാട്ടിൽ നിന്നാണ് ഇറങ്ങാൻ പോകുന്നത്. നമ്മളവിടെ എത്തിയപ്പം വയനാട്ട് കുലവൻ്റെ തെയ്യമാണ് ഇപ്പോൾ അവിടെ ഉള്ളത്. അപ്പോൾ നമ്മൾ കുറച്ച് ടൈം അവിടെ കണ്ടുകൊണ്ടിരുന്നു. കാരണം നല്ല തിരക്കായിരുന്നു, നമുക്ക് ശരിക്കും കാണാനൊന്നും പറ്റിയില്ല. അപ്പോൾ നമ്മൾ കുറച്ച് നേരം അവിടെ നിന്ന് കണ്ടേ. അവിടുന്ന് ഞങ്ങൾ നേരെ പഴശ്ശിനിക്കടവ് അമ്പലത്തിലേക്ക് വന്നേ. തൊട്ടടുത്താണ് തറവാട്. അവിടെ നിന്ന് അമ്പലത്തിലേക്ക് വന്നു. ഇനി അടുത്ത തെയ്യത്തിനെ കാണാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഞങ്ങൾ അമ്പലത്തിൻ്റെ ഫ്രണ്ടിലൊക്കെ വന്നു പുഴയുടെ ഭംഗിയൊക്കെ കണ്ടു. അപ്പോഴത്തേനും അവിടെ തെയ്യം അനുഗ്രഹം കൊടുക്കുന്നുണ്ട്. ധർമ്മ ദൈവമായിരുന്നേ അത്. ഞങ്ങളങ്ങനെ ധർമ്മദൈവത്തിൻ്റെ അനുഗ്രഹവും വാങ്ങിച്ചതിന് ശേഷം ഞങ്ങൾ ഊട്ടുപുരയിലേക്ക് പോയി അവിടെ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട്. അതുപോലെ വൈകുന്നേരം കഴിച്ച പോലെ തന്നെ ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും സെപ്പറേറ്റ് ക്യൂ ആണ്. പാത്രങ്ങൾ ഇങ്ങനെ ഒരു തട്ടിലിങ്ങനെ വെച്ചിട്ടുണ്ട്, അത് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. നമ്മളപ്പോൾ ക്യൂ നിൽക്കണേ. അപ്പോൾ അതിങ്ങനെ ക്യൂ നിൽക്കുമ്പോൾ നമ്മളിങ്ങനെ ചുറ്റി വരുമ്പോൾ ഉള്ള വ്യൂ ആണ് ഇത്. ആ പുഴയും ആ അമ്പലം കൂടെ കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നേ. അതുപോലെ തന്നെ ചെറിയൊരു കാറ്റും അടിക്കുന്നുണ്ടായിരുന്നു, നല്ല തണുത്ത കാറ്റ്. കാരണം ഉച്ച സമയമാണ്, നല്ല ചൂടാണ് കണ്ണൂർ. അപ്പം ഞങ്ങൾ രാവിലെ 5 മണിക്ക് ഞങ്ങൾ അമ്പലത്തിൽ വന്നതാണ്. അതിനുശേഷം നമ്മളിപ്പോൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് പോകുവാണ്. അപ്പോൾ അതുകൊണ്ട് അത്യാവശ്യം നല്ല തിരക്കുണ്ട്. എനിക്ക് തോന്നുന്നത് ഈ കൂട്ടക്കളിയാട്ടം ആയതുകൊണ്ടായിരിക്കണം അമ്പലത്തിൽ ഇത്രയും തിരക്ക്. സാധാരണ ദിവസങ്ങളിൽ ഇത്രയും തിരക്കുണ്ടോ എന്ന് എനിക്കറിയില്ല. ഞാൻ നേരത്തേക്ക് വരുമ്പോൾ ജസ്റ്റ് തൊഴുതങ്ങ് പോകുകയുള്ളൂ. ഇതിപ്പോൾ ഞങ്ങൾക്ക് പാത്രമൊക്കെ കിട്ടി കേട്ടോ, പാത്രം കിട്ടി. ഇനിയിപ്പോൾ നമുക്ക് ഭക്ഷണം വൈകുന്നേരത്തെ പോലെ തന്നെ സാമ്പാറും മോരും, പക്ഷേ ഭയങ്കര ടേസ്റ്റായിരുന്നു അതിന്. അതുപോലെ ഒരു ഗ്ലാസ് ചൂട് വെള്ളവും. അതിനുശേഷം ഞങ്ങൾ പുറത്തിറങ്ങിയത് കണ്ടോ, മുത്തപ്പൻ്റെ വാഹനമാണേ. ഇതാണ് കേട്ടോ കുഞ്ഞുങ്ങൾക്ക് ചോറ് കൊടുക്കുന്ന സ്ഥലം. ഇതുകൊണ്ട് രാവിലെ 7:30 തൊട്ട് വൈകുന്നേരം 4 മണി വരെയുണ്ട്. അപ്പോൾ അതിന് ശേഷം ഞങ്ങൾ റൂമിലേക്ക് പോയി. കാരണം നമ്മൾ രാവിലെ വന്നാലും ഒന്ന് ഫ്രഷ് ആയിട്ട് പോരാൻ വേണ്ടിയിട്ട് കേട്ടോ. അങ്ങനെ ഞങ്ങൾ വീണ്ടും റൂമിൽ പോയി ഫ്രഷായി വൈകുന്നേരം ആയപ്പോഴത്തേനും ഞങ്ങൾ വീണ്ടും അമ്പലത്തിലേക്ക് ഇറങ്ങുവാണ്. ഇതാ പോകുന്നുണ്ടോ, ഇതുണ്ട് മുത്തപ്പൻ്റെ വേട്ടയാടാൻ പോകുന്ന സമയത്ത് കൂട്ടുണ്ടായിരുന്ന നായയാണ്. മുത്തപ്പനെ നമസ്കരിച്ചത് കണ്ടോ നിങ്ങൾ. അതിനുശേഷം ഞങ്ങൾ അമ്പലത്തിലേക്ക് പോകുവാണ്. കാരണം നമ്മൾ കുളിയൊക്കെ കഴിഞ്ഞ് ഫ്രഷായി ഒന്നുകൂടെ. കാരണം നമ്മൾ വെളുപ്പിന് പോയി നിന്നതായിരുന്നേ. ഭക്ഷണമൊക്കെ കഴിച്ച് ഒന്ന് ജസ്റ്റ് പോയി കിടന്ന് ഉറങ്ങിയതിന് ശേഷമാണ് ഞങ്ങൾ വീണ്ടും കുളിച്ച് ഫ്രഷായി വീണ്ടും അമ്പലത്തിലേക്ക് പോവുക. പക്ഷേ ഇതുകൊണ്ട് ഇവിടെ നല്ല ഭംഗിയാണ്. കടകളൊക്കെ ഇങ്ങനെ നിറഞ്ഞ് നിന്ന് ലൈറ്റൊക്കെ ഇട്ട് കാണാൻ നല്ല ഭംഗിയാണ് ഇവിടെ. അതുപോലെ അത്യാവശ്യം നല്ല തിരക്കും ഉണ്ടായിരുന്നേ. ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഇന്ന് ഈ കൂട്ടക്കളിയാട്ടമാണോ ഒന്നും അറിയില്ല. മുത്തപ്പൻ്റെ അനുഗ്രഹം കൊണ്ട് നമ്മൾ അവിടെ എത്തിയതാണ്. അവിടെ ചെന്നപ്പോൾ ഇന്ന് കടലയായിരുന്നു കേട്ടോ ഇന്നത്തെ പ്രസാദം. അപ്പോൾ അതും കഴിച്ചു ഞങ്ങൾ. അതിന് ശേഷം ഞങ്ങൾ മുത്തപ്പൻ്റെ അടുത്ത് ഒന്നുകൂടെ പോകും കേട്ടോ തൊഴാൻ വേണ്ടിയിട്ട്. ഇന്നപ്പോൾ ശരിക്കും പറഞ്ഞാൽ കൂട്ടത്തെയ്യാട്ടം ഇന്ന് ഉച്ചയ്ക്ക് കഴിഞ്ഞ് 3 മണിക്ക്. അതിനുശേഷം ഇപ്പോൾ മുത്തപ്പനാണ് അവിടെ ഉള്ളത്. അപ്പോൾ മുത്തപ്പൻ്റെ തിരുവപ്പനയും വെള്ളയാട്ടമായിരുന്നേ ഇന്ന്. ഇപ്പോൾ രാവിലെയാണ്. അപ്പോൾ രാവിലെ ഞങ്ങൾക്ക് ഇന്ന് തിരിച്ചു പോരും. അപ്പോൾ ഇതാണ് മുത്തപ്പൻ്റെ പുതിയ മുത്തപ്പൻ, തിരുവപ്പനയും വെള്ളയാട്ടവും. അതായത് ശിവൻ്റെ അംശമായി വിശ്വസിക്കുന്നതാണ് വെള്ളയാട്ടം. അതുപോലെ തിരുവപ്പന എന്ന് പറയുമ്പോൾ മഹാവിഷ്ണുവിൻ്റെ അംശമാണ്. അപ്പോൾ അതും കണ്ട് തൊഴാൻ ഞങ്ങൾക്ക് പറ്റിയേ. ഞാൻ ഇത്രയും വീഡിയോ എടുത്തത് ഞങ്ങളെപ്പോലെ തന്നെ നിങ്ങൾക്കും കാണാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇനി കുറച്ച് ഞാൻ സൗണ്ട് കൊടുക്കുന്നില്ല, നിങ്ങളൊന്ന് കണ്ടു നോക്കേ.
തിരുവപ്പനയും ഒന്ന് വെള്ളാട്ടമാണ്. ഈ തിരുവപ്പന മുത്തപ്പൻ എന്ന് പറയുന്നത് മഹാവിഷ്ണുവിൻ്റെ അംശമാണ്. വെള്ളാട്ടം എന്ന് പറയുന്നത് നമ്മുടെ ശിവഭഗവാന്റെ അംശമായിട്ടാണ് കണക്കാക്കുന്നത്. ഈ രണ്ട് കോലങ്ങളും ചേർന്നതാണ് പഴശ്ശിനിക്കടവ് മുത്തപ്പൻ. അതായത് ഈ പുലർച്ചെ 5:45 തൊട്ട് 8 മണി വരെ വെള്ളയാട്ടവും തിരുവപ്പനയും ഉണ്ടാവാറുണ്ട് എല്ലാ ദിവസവും. അതുപോലെ വൈകുന്നേരം 6:30 വെള്ളയാട്ടം നടക്കാറുമുണ്ട്. അത് എല്ലാ ദിവസവും ഉള്ളതാണ്. ഇതാണ് നമ്മുടെ പഴശ്ശിനിക്കടവ് മുത്തപ്പൻ ക്ഷേത്രത്തിൽ എല്ലാ ദിവസവും നടക്കുന്ന ചടങ്ങ്. അങ്ങനെ ഞങ്ങൾ മുത്തപ്പനെയും ഭംഗിയായിട്ട് തൊഴുതിട്ട് നമ്മുടെ വളപട്ടണം പുഴയാണ് ഇത്. അപ്പോൾ അതിനോട് ചേർന്ന് ബോട്ട് സർവീസൊക്കെ ഉണ്ട്. അതായത് അരമണിക്കൂറത്തേക്ക് 40 രൂപയാണ് ബോട്ട് സർവീസിന്. ഞങ്ങൾ പോയില്ല കേട്ടോ, കാരണം അത്ര നല്ല വെയിലായിരുന്നു. ഇതാ നമ്മുടെ ഈ മുത്തപ്പൻ്റെ അമ്പലത്തിൽ എല്ലായിടത്തും കാണുന്നതാണ് നായ്ക്കളെ. മുത്തപ്പൻ വേട്ടയാടുന്ന സമയത്ത് നായ്ക്കളെ കൂട്ടുകൊണ്ടു നടക്കുമായിരുന്നു. അതിൻ്റെ ഓർമ്മയ്ക്കായിട്ട് ഇവിടെ ഒരുപാട് നായ്ക്കളുണ്ട് കേട്ടോ. അങ്ങനെ ഞങ്ങൾ തിരിച്ചു പോരാൻ വേണ്ടിയിട്ട് മുത്തപ്പൻ്റെ അമ്പലത്തിൻ്റെ അവിടെ നിന്ന് നമ്മുടെ സ്റ്റാൻഡ് വരെ നമ്മളൊരു ഓട്ടോ വിളിച്ച്, കാരണം നടക്കാൻ ഒത്തിരി സ്റ്റെപ്പുണ്ട്, അതുകൊണ്ട് ഞങ്ങളൊരു ഓട്ടോ വിളിച്ചു. 30 രൂപ കൊടുത്താലും നമുക്ക് ആ ഓട്ടോയിൽ ബസ് സ്റ്റാൻഡ് വരെ എത്തും കേട്ടോ. നമ്മൾ എത്തിയപ്പോൾ തന്നെ നമുക്ക് കണ്ണൂർക്കുള്ള വണ്ടി കിടക്കുന്നുണ്ടായിരുന്നു, ബസ്. ഞങ്ങൾ കണ്ണൂർക്ക് എന്നിട്ട് ടിക്കറ്റ് എടുത്ത് നമ്മൾ അതിൽ കയറി. വലിയ തിരക്കൊന്നുമില്ലായിരുന്നു നമ്മൾ കയറിയ സമയത്ത്. അതിനുശേഷം ഞങ്ങളിത് സ്റ്റേഷനിൽ വന്നിരുന്നു. അപ്പോൾ അങ്ങനെ ഇരുന്നു. ഞങ്ങൾ 11 മണിയായപ്പോൾ ഞങ്ങൾ എത്തി കേട്ടോ. ഞങ്ങൾക്ക് 2:50 ട്രെയിന്. അപ്പോൾ അവിടെ ഇരുന്നപ്പോൾ വന്ദേ ഭാരത് പോണ കണ്ടുകൊണ്ട് ഞാൻ വെറുതെ ഇങ്ങനെ എടുത്തു വെച്ചതാട്ടോ, കാരണം വന്ദേ ഭാരതിൻ്റെ ഭംഗി കണ്ട് ഇങ്ങനെ എടുത്തു വെച്ചതാണ്. അപ്പോൾ ഞങ്ങൾ അവിടെ ഇരുന്ന് ഭക്ഷണമൊക്കെ കഴിച്ചു. അപ്പോൾ കുറച്ച് റെസ്റ്റൊക്കെ കിട്ടി, കാരണം നല്ല ചൂടുണ്ടായിരുന്നു. എന്നാൽ പോലും ഞങ്ങൾ ആ വണ്ടിക്ക് വേണ്ടി വെയിറ്റ് ചെയ്തിരുന്നു. ഞങ്ങൾ അവിടെ നിന്ന് ഭക്ഷണമൊക്കെ കഴിച്ചു. അതിനുശേഷം, കാരണം എന്താണെന്നറിയില്ല, ഈ പ്രാവശ്യം വന്ന് മുത്തപ്പൻ്റെ അടുത്ത് തൊഴുതത് അത്ര ഞങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടും മുത്തപ്പൻ ഉണ്ടാക്കിയില്ല. വണ്ടികളാണെങ്കിലും അതുപോലെ താമസമാണെങ്കിലും എല്ലാം കൊണ്ടും ഞങ്ങൾക്ക് ഭാഗ്യമായിരുന്നേ, മുത്തപ്പൻ്റെ അനുഗ്രഹം കൊണ്ട്. അങ്ങനെ ഞങ്ങളിത് കണ്ണൂർ നമ്മൾ ട്രെയിൻ കയറി. ഞങ്ങൾ ട്രെയിൻ പതുക്കെ എടുത്തു തുടങ്ങി. കണ്ണൂർ കണ്ണൂർ കടക്കാൻ പോവുകയാണ്. ഇനിയും മുത്തപ്പൻ്റെ അനുഗ്രഹം ഉണ്ടെങ്കിൽ ഞങ്ങൾ വീണ്ടും മുത്തപ്പൻ്റെ സന്നിധിയിൽ വരുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് ഓർക്കുന്നു.